ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ താകണോ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ തിളച്ച വെള്ളം കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കുകയാണ്. നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ. പിന്നെ കുറച്ച് ലൂസായിട്ട് തന്നെ കുഴയ്ക്കും കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ നൂൽപുട്ടിൻ്റെ മാവ് നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ കുറേ മുമ്പേ എത്ര മാവ് കുഴച്ചാലും നന്നാവൂലായിരുന്നു. പിന്നെ അത് ഒന്നെങ്കിൽ ആ അച്ഛൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് ചാടൂല, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ചുറ്റുഭാഗത്ത് കൂടെ ഒക്കെ കേട്ടോ ഒന്നിച്ചിട്ട് ചാടുക, അല്ലെങ്കിൽ അത് തിരിക്കാനേ പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കുട്ടൻസ് ഇപ്പോഴല്ല, കുറച്ച് മുമ്പ് തന്നെ, അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ അത് മനസ്സിലായിട്ട്. അപ്പോൾ ഇതാക്കണം നല്ല വെട്ടി തിളച്ച വെള്ളം ഒരു ഒരു മിനിറ്റ് അവിടെ മാറ്റി ഞാൻ വെക്കും. അപ്പോൾ അതിന് ശേഷം പിന്നെ കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് തന്നെ അവിടെ കുഴച്ചെടുക്കും. നല്ല ലൂസാക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേത് അളന്നിട്ടൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്, പൊടിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും അല്ല ഒഴിക്കൽ. അപ്പോൾ അതാ നമ്മളെ നൂൽപുട്ടിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അച്ചിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അധികം ഒന്നും ഇല്ല കേട്ടോ, നമ്മളിവിടെ കുറച്ച് ആളല്ലേ കഴിക്കാനുള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് പൊടി കൊണ്ട് ഉണ്ടാക്കണുള്ളൂ. പിന്നെ ഈ അച്ചിൻ്റെ ഉള്ളിലത്തെ ഈ മാവ് ചിലപ്പോൾ ഇങ്ങോട്ട് പൊങ്ങി വരുമല്ലേ നമ്മൾ തിരിക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒരു കഷ്ണം പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഒരു വട്ടത്തിലൊരു കഷ്ണം, അതായത് നൂൽപുട്ടിൻ്റെ അച്ചിൻ്റെ അതേ ലെവലിലുള്ള ഒരു കഷ്ണം അതിൻ്റെ മാവിൻ്റെ മുകളിലാണ്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ, ഇത് കണ്ടതുപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ മാവ് മുകളിലേക്ക് പൊങ്ങൂല കേട്ടോ. ഏകദേശം ഈ ഈ അടച്ച് വെക്കുന്നതിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ മാവ് പൊങ്ങി വരുന്ന ഒരു പ്രശ്നം ചിലവരൊക്കെ പറയലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നൂൽപുട്ടൊന്നും ചിലപ്പോൾ ഉണ്ടാക്കാൻ തോന്നുന്നില്ലല്ലേ. അപ്പോൾ ആ പ്രശ്നത്തിന് വലിയൊരു പരിഹാര മാർഗ്ഗമാണ് കേട്ടോ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം മുകളിൽ വെച്ചിട്ട് നമ്മൾ നൂൽപുട്ടിൻ്റെ അച്ചൽ അത് പിഴിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതാക്കൊണ്ട് നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇഡ്ഡലി തട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓയിലൊക്കെ ഒന്നുകൊണ്ട് തേച്ച് കൊടുക്കുകയാണ്. പിന്നെ എന്തായാലും ഇനി ഒന്ന് പിഴിഞ്ഞ് കാട്ടിത്തരാം കേട്ടോ. കണ്ടോ, സിമ്പിളായിട്ട് തന്നെ നമ്മൾ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. അധികം ഒന്നും ഊക്കലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അപ്പോൾ കുറച്ച് മുമ്പ് എനിക്കിത് കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ആണുങ്ങളൊക്കെ ഹെൽപ്പ് ആവശ്യപ്പെട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ മാവ് ഇവിടെ റെഡി ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരാടിയും കാലും പിടിക്കേണ്ട ആവശ്യമില്ലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതൊന്നും വേവിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് നൂൽപുട്ടിന് കറി വേണമല്ലോ. അപ്പോൾ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഒരു കോഴിമുട്ട ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പിന്നെ നമ്മളതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി തന്നെ വരട്ടെ. പിന്നെ ഞാൻ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്നാണ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നാണ്ട് വഴന്ന് വരുന്ന സമയത്ത് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഒന്ന് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മളെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഉപ്പ് നോക്കുമ്പോൾ ഇത്തിരി കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ആ കറിക്കാണ്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ തിളച്ച് കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മളെ കോഴിമുട്ടയൊക്കെ അങ്ങനെ കിടന്നിട്ടുണ്ട്, വെന്താൽ മതി കേട്ടോ. കൂടുതലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വെന്തിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനിതാ നമ്മളെ നൂൽപുട്ടൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ട് വന്നിട്ടുണ്ട്. അടുപ്പിട് വാങ്ങി വെച്ചിട്ടുണ്ട്. കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പ് അങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയൊക്കെ നല്ല പവശല്യമാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ അടുപ്പൊക്കെ ഉള്ളവർ തുറന്നിടാതൊന്നും ശ്രദ്ധിക്കണേ. പിന്നെ അതാ നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളവും പഞ്ചസാരയും കൂടി ഒപ്പം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ തിളച്ച് വരുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് കട്ടൻ ചായയാണ്, ഇന്ന് പാലൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ നല്ല കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ളൂ കേട്ടോ ഇനി പണിയൊക്കെ ഒന്ന് നടക്കുക. അപ്പോൾ ഇനി ചായയൊക്കെ ഒന്ന് കുടിക്കട്ടെ. അപ്പോൾ അതാക്കണം നമ്മളെ കറിയുണ്ട്, നൂൽപുട്ടുണ്ട്, നല്ല കട്ടൻ ചായയുണ്ട്. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ കഞ്ഞിക്ക് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം അവിടെ തളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാക്കണം അരിയൊക്കെ നല്ല വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ അങ്ങോട്ട് അടുപ്പിൽ ഇട്ട് കൊടുക്കുകയാണ്.
അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിലിട്ടതിന് ശേഷം പിന്നെ നമ്മളെ മക്കൾക്കൊക്കെ സ്കൂളിൽ പോകാനായിരുന്നു കേട്ടോ. അപ്പോൾ ഓലൊക്കെ ഒരുക്കി പറഞ്ഞയച്ച് നേരം കൊണ്ട് തന്നെ നമ്മൾ വേവ് കുറഞ്ഞ അരി ആയതുകൊണ്ട് തന്നെ 4 തിള കളിച്ചപ്പോഴേക്കും അവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയമായപ്പോഴേക്കിന് പോയി. ഓരെ പറഞ്ഞയച്ചതിന് ശേഷം വന്ന് നോക്കുമ്പോഴേക്കും നമ്മളെ ചോറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉടഞ്ഞിട്ട് ഊറ്റി വെക്കട്ടെ. പിന്നെ നമ്മൾ ഊറ്റി വെച്ചതിന് ശേഷം ഇനി അടുപ്പത്ത് നിന്നിപ്പോൾ കറിക്കുള്ളതൊന്നും അരിഞ്ഞൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ചുക്കുവെള്ള ചെമ്പട് കിടക്കട്ടെ, ഏതായാലും കുടിക്കാൻ വെള്ളം ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് ക്ലീനിങ്ങിനും കാര്യത്തിനൊക്കെ നിൽക്കണം. ക്ലീനിങ് ആദ്യം തന്നെ തുടങ്ങേണ്ടത് നമ്മൾ കിച്ചൺ തന്നെ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ പാത്രം കഴുകൽ, ചായ കുടിച്ച പാത്രങ്ങളൊന്നും ഇവിടെ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാക്കണോ കുറച്ചധികം പാത്രങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ ഒക്കെ ഒന്നിട്ട് കഴുകി നിൽക്കാണ്ട് പിന്നെ നമ്മളെ വെള്ളക്ഷാമം കൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യേണ്ടത്. നേരെ പൈപ്പ് തുറന്നിട്ടുള്ള പാത്രം കഴുകലൊന്നും ഇനിയിപ്പോൾ കുറച്ച് കാലത്തിന് നടക്കൂല കേട്ടോ. വെള്ളം ഇനി കരുതാഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ ഞാനൊരു ബേസിൻക്ക് വെള്ളം എടുത്ത് വെക്കുകയാണ്. പിന്നെ കഴുകാനുള്ളതൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ മുക്കിയിട്ട് കഴുകുക കേട്ടോ ഇനി ചെയ്യുക. ഇപ്പോൾ ദാ നമ്മളെ പാത്രം കഴുകലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ സിങ്കൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ അടുക്കളയൊക്കെ വീതനയും എല്ലാതും ഒന്നുകൊണ്ട് തുടച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇവിടെ അടുക്കള വിടാം കേട്ടോ. ഇനി അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് ആകെ പരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. ഇനി വല്ല പരന്ന് കിടക്കുന്ന സമയത്താവും നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ അനുഭവം ഉണ്ടോ? ഇവിടെ അങ്ങനെയാണ് കേട്ടോ. മിക്കവാറും ദിവസങ്ങൾ ഇവിടെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവൽ. അപ്പോൾ ഇനി ആകെ ഒക്കെ ഒന്നുകൊണ്ട് അടിച്ചു വരട്ടെ പോയിട്ട്. അപ്പോൾ അത് അടിച്ചു വരുന്ന സമയത്ത് തന്നെ ചവിട്ടിയൊക്കെ നന്നായിട്ട് തട്ടിക്കൊട്ടി എടുത്തേക്കുന്നുണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ പരന്നൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഓർഡറിനനുസരിച്ച് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. നുള്ളി പെറുക്കി വെക്കാനും 2 ദിവസം സ്കൂൾ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരക്കലൊക്കെ ഒന്ന് നമ്മളെ അകത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നും അടിച്ചു വരുന്നതിലേറെ കൂടുതൽ സമയം ഇന്ന് വേണ്ടി വന്നു എന്ന് ചുരുക്കം പറയാം. അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടക്കലും കൂടി അങ്ങോട്ട് വേഗം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പിന്നെ അടുക്കളയ്ക്ക് പോകാനിട്ട്. നമ്മൾ ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അതിലേക്കുള്ള കറി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ സിറ്റ് ഔട്ട് ഇവിടെ തുടക്കൽ കഴിഞ്ഞു. പിന്നെ നമ്മളെ ഹാളും പിന്നെ വാഷ് ബേസ് ഭാഗങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ പിടിക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മളെ ഹാളൊക്കെ നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ റൂമുകളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ എല്ലാം തന്നെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഡീപ്പായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ദിവസം തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കട്ടിലിൻ്റെ ചൂടും കാര്യങ്ങളും ഒക്കെ ഒന്നുകൊണ്ട് നന്നായിട്ട് തന്നെ തുടച്ചിട്ട് എടുത്തിട്ടുണ്ട്. അടിക്കലും തുടയ്ക്കലും തന്നെ കഴിഞ്ഞാൽ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതായത് ഒരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീര കൊണ്ട് താളിക്കും ചെയ്യുക, പയറുപ്പേരിയും വയ്ക്കുക, ചിക്കൻ ഉണ്ടായിരുന്നു ഒത്തിരി പൊരിക്കും ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ അവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചീര താളിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് സാധാരണ ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. താളിക്കുന്ന വേവ് കുറഞ്ഞ അരിക്കൊക്കെ എപ്പോഴും ഈ താളിച്ച കറികളല്ലേ രസം. ഉള്ളി മുളകൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒന്നൊരു ചെറുതായിട്ടൊന്ന് വേവോളം നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതായത് ഇലയൊക്കെ നല്ലൊരു മയത്തിലായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഞ്ഞിവെള്ളത്തിലാണ് കേട്ടോ ഒന്ന് താളിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ കിടന്നിട്ടൊന്നുകൊണ്ട് വേവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്നുകൊണ്ട് കോരി മാറ്റാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെ പയറിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്നുകൊണ്ട് ഉപ്പേരിയാക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായി പൊട്ടി വരുന്നപ്പോൾ തന്നെ നമ്മൾ ഇത്തിരി ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പയറിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടൊന്ന് വേവിക്കുക കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണില്ല. ഇളക്കി വേവിച്ചാൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പയർ ഇവിടെ വേവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.